കോഴിക്കോട് കല്ലായിൽ നിന്നും ദുബായ് വരെ എത്തിയ ഒരു അതിഥിയാണ് എന്നെനിക്കുള്ളത്. ബ്രസീലിയ. ആ പേര് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ്. ബ്രസീലിയ ഇപ്പോ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാണ് അല്ലേ? അത് ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് വളർന്നു വന്നത്. എങ്ങനെയായിരുന്നു തുടക്കം ഈ ഒരു പൊതു പ്രവർത്തനം? പൊളിറ്റിക്സിലേക്ക് വന്നത് 2010 കൗൺസിലർ ആയതുകൊണ്ടാണ്. മുസ്ലിം ലീഗിന്റെ സ്ത്രീ സംവരണം വന്ന സമയത്ത് അങ്ങനെ ഞാൻ കോഴിക്കോട് കുറ്റിച്ചിറ എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. അവിടെ CSCO എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിലിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ സംവരണം വരുന്നതും. ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? രാഷ്ട്രീയ പ്രവർത്തനം സംസ്ഥാന വനിതാ ലീഗിന്റെ സെക്രട്ടറിയാണ്. ഓക്കെ. തിരിഞ്ഞു നോക്കുമ്പോ എന്തുകൊണ്ട് ആയി എന്നുള്ളതിനേക്കാളും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ? രാഷ്ട്രീയ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാനും അവർക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടി പറ്റിയിട്ടുണ്ട്. മലബാറിൽ നിന്നുള്ള ഒരു ഹിജാബ് ഇട്ട പെൺകുട്ടി ഇപ്പോ നടത്തി വരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ഇപ്പോൾ കൈവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടിലിപ്പം വലിയൊരു വിപ്ലവമായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഇടയിലുള്ള ഒരു ഹെൽത്ത് പ്രോഗ്രാം ഉണ്ടല്ലോ, മെക്സെവനിൽ ഒരു 10ഓളം സെന്ററുകൾ നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് അങ്ങനെ വരാനുള്ള കാരണം? ബീച്ചിലാണ് അത് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ കോഴിക്കോട് ബീച്ചിലായിരുന്നു ജെൻസിന്റെ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഞാൻ ബീച്ചിൽ നടക്കാൻ ഒരു നടത്തം ഉണ്ട്. അപ്പൊ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ജെൻസിന്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്നാലും വനിതൻ്റെത് നിങ്ങൾ നല്ല സെറ്റ് ചെയ്യോ, നമുക്ക് അങ്ങനെയും കൂടി സ്റ്റാർട്ട് ആക്കാലോ എന്ന് പറഞ്ഞു. പിന്നെ ആരോഗ്യവും സന്തോഷവും ഇത് രണ്ടും കൂടി മിക്സപ്പ് ആണ്. ലേഡീസിന് പൊതുവെ പ്ലാറ്റ്ഫോം ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് റിസൾട്ട് ഇതിനെ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ദുബായിലേക്കുള്ള വരവ് എന്ന് പറഞ്ഞാൽ ഞാൻ റിയൽ എസ്റ്റേറ്റിൽ 2 years ആയിട്ടുണ്ട്. ദുബായിലുള്ള ഇൻവെസ്റ്റേഴ്സ്, നാട്ടിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ബിസിനസ് പ്ലാൻ. ഡീല് ഫസ്റ്റ് ടൈം ശോഭയിലാണ് ക്ലോസ് ചെയ്തത്. ഇവിടുത്തെ ശോഭ, ദുബായ് ശോഭ. ഇപ്പൊ സാധാരണ രീതിയിൽ മലബാറിൽ നിന്നുള്ള ഒരു ഹിജാബിട്ട പെൺകുട്ടി ഇങ്ങനെ വരുമ്പോ ഒരുപാട് കടമ്പകൾ, ഒരുപാട് പ്രതിസന്ധികൾ ഇതൊക്കെ കടന്നിട്ടായിരിക്കുമല്ലോ എത്തുന്നത്. അതെല്ലാം നമ്മൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടില് ലേഡീസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഇപ്പം കടന്നു വരുന്നുള്ളൂ. അതായത് കുറച്ച് ആളുകളായി വരുന്നേ ഉള്ളൂ. അതായത് വിമൻ എംപവേർഡ് ആണ്, പക്ഷെ അത് ഫുള്ളി എംപവേർഡ് ആയിട്ടില്ല. ആ ഫുള്ളി എംപവേർഡ് ആവണം എന്നുണ്ടെങ്കിൽ അവർ ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് ഫുള്ളി അവർ എംപവേർഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. വളർന്നു വരുന്ന പെൺകുട്ടികളോട് എന്താണ് കൊടുക്കാനുള്ള നിർദ്ദേശം? എന്താണ് ഒരു ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. ഓരോരോ മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളിലാണ്. ഇപ്പം ബിസിനസ് ആവട്ടെ, ഇനി വേറെ എന്തെങ്കിലും സംരംഭം ആവട്ടെ, എന്തായി കഴിഞ്ഞാലും അവരതിനെ ഫിനാൻഷ്യലിയും കൂടി അവര് ഫുൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആവണം അവരുടെ. വെറുതെ അല്ല ഒരു 1 year ആയി അല്ലെങ്കിൽ ഒരു 2 year ബിസിനസ് ആയി. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ആ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ അവർക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളവർ പരിശോധിക്കണം. അവർ ബിസിയാണ്, അവര് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ട് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ പരിശോധിക്കണം. ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് നിർത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു കാര്യത്തിലും നമ്മൾ വെറുതെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതകാലം മുഴുവൻ ചെയ്യുന്നതിന് പകരം ആ ചെയ്യുന്നതിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ബ്രസീലിയ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? എന്തായാലും ഒരുപാട് ഇനിയും ഉയരങ്ങൾ എത്തട്ടെ. ബിസിനസ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഫസ്റ്റ് എടുത്ത് പറയേണ്ട പേര് എന്റെ ഹസ്ബൻഡ് ആണ്, ഷംസുദ്ദീൻ. മൂപ്പരാണ് എന്നെ എല്ലാ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായാലും ഉഷാറാവട്ടെ. സന്തോഷം. ഇനിയും ഈ മേഖലയിലും അതുപോലെ തന്നെ തൊട്ടതെല്ലാം പൊന്നായി മാറട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങളൊരു പെൺകുട്ടി ആണെന്നത് കൊണ്ടോ, നിങ്ങൾ എവിടുന്ന് വരുന്നുണ്ടോ, എവിടെ ജനിച്ചതെന്നുണ്ടോ, അതിന് യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ അത് അണയാതെ സൂക്ഷിക്കുക. അത് ആളി കത്തിച്ച് ലോകം മുഴുവനും പടർന്ന് പന്തലിക്കുന്ന ഇതുപോലെയുള്ള ആളുകളായിട്ട് മാറാൻ നിങ്ങൾക്കും സാധിക്കും. മുനീർ അൽ വഫ.